ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒമാനെ ഉൾപ്പെടെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും സൗദി പ്രസ്താവനയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അഫ്താബ് തുടരുന്നുണ്ട്. അഫ്താബ്, നമുക്കറിയാം എന്തു വന്നാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയതല്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ലാക്കാക്കി അതിന് ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയാൽ അത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് മേലുള്ള ആക്രമണം എന്നുള്ള രീതിക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായും അതിനെ കാണേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈനിലെയും മറ്റിടങ്ങളിലുമൊക്കെ ജനവാസ മേഖലയിൽ ഡ്രോണുകൾ വന്ന് പതിക്കുന്നതും കാണുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ സൗദിയുടെ ഒരു പ്രസ്താവന വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളത്. ഒമാനിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാട് കൂടി സൗദി പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ അത് ചെവികൊള്ളുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? മഹേഷ്, ഇറാനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അവരുമായി മികച്ച ബന്ധത്തിലേക്ക് പോകാൻ ശ്രമിച്ച ഒരു രാജ്യം കൂടിയാണ്. അതേസമയം തന്നെ കൃത്യമായ രാഷ്ട്രീയ എതിർപ്പുകളുള്ള ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഇറാനുമായി സംഘർഷത്തിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ അവരോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ സാധാരണ രീതിയിൽ സൗദി അറേബ്യ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതികരണത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങളെ GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരുപക്ഷെ ഐക്യത്തോടെ നിൽക്കുന്ന GCC രാജ്യങ്ങൾക്ക് നേരെ ഒന്നടങ്കം ഒരേ സമയം ആക്രമണം നടക്കുന്നു എന്നൊരു പ്രതീതി നിലവിലുണ്ട്. പ്രത്യേകിച്ചും അതിലെ തന്നെ മുൻനിര രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം കാര്യമായി നടക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു ഇറാനും ഒപ്പം തന്നെ US ഇസ്രായേൽ പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ സജീവമായി ഇടപെട്ടിരുന്ന ഒരു രാജ്യം കൂടിയാണ് ഒമാൻ. ഒമാനിലേക്കടക്കം ഇന്നുൾപ്പെടെ ആക്രമണം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ അത്തരം ആക്രമണങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സൗദി അറേബ്യ പറയുന്നത്. നേരത്തെ സൗദി അറേബ്യക്ക് നേരെയും സമാന രീതിയിൽ തന്നെ ആക്രമണം നടന്നിരുന്നു. ആ ആക്രമണ സമയത്തും സൗദിയുടെ പ്രതികരണത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഒരു നിലക്കും ഞങ്ങളുടെ പ്രദേശങ്ങൾ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ നൽകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വീണ്ടും ആക്രമണം നടത്തുന്നത് ഞങ്ങളുടെ തിരിച്ചടിയിലേക്കായിരിക്കും നയിക്കുക എന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇവർ തിരിച്ചടി നൽകുകയാണെങ്കിൽ പോലും അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം US സൈനികരുടെ US ആയുധങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പക്ഷേ ഇനി ആശ്രയിക്കാൻ ഉണ്ടാവുകയും US തന്നെയാണ്. നിലവിൽ US ആണ് ഇറാനിൽ ആക്രമണം നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ആക്രമണം ഏതെങ്കിലും തരത്തിൽ നിലക്കും എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ആരെങ്കിലും അതിനെ അപലപിക്കുകയോ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷനുകൾ പുറത്തിറക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ പ്രത്യേകിച്ചൊരു ആക്രമണത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് ഇറാൻ പോകുമോ എന്നുള്ളത് എപ്പോഴും വ്യക്തമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് സമ്മർദ്ദം ചെലുത്താവുന്ന ഏക വഴി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം തന്നെയായിരിക്കും. അത് തന്നെയാണ് അവരുടെ ആക്രമണത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ അത് കഴിഞ്ഞ ദിവസം ഇറാൻ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആക്രമണം നടന്നിരിക്കുന്ന ഹോട്ടലുകളിൽ US സൈനികർ താമസിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം അവർ ന്യായീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് ഓരോ രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണവും അവരുടെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. അതാണ് ഓരോരുത്തരും സൂചിപ്പിക്കുന്നതും. ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിപ്പിക്കാവുന്ന ഒരു സമാധാന ശ്രമത്തിലേക്ക് പോകണമെങ്കിൽ ഇനി ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കണം. അതിലിപ്പോൾ അല്പം മുമ്പ് തുർക്കി പ്രസിഡന്റ്, ഒരു പക്ഷേ ഇനി തുർക്കിക്കായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുക. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളുടെ മേലെല്ലാം ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആക്രമണം നടക്കാത്തൊരു കക്ഷിക്കായിരിക്കും ഒരു പക്ഷേ ഇതിൽ ഇടപെടാൻ കഴിയുക. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ അല്പം മുമ്പ് ഖത്തർ ഭരണ നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പോസിറ്റീവായ നീക്കമായിട്ട് കണക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം
ഓക്കെ. ആക്രമണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുണ്ട്. ഇസ്രായേലിലേക്ക് ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ചടിക്കുന്നത് തന്നെയാണ് അല്പം മുമ്പും ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും സ്ഥിതിഗതികൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് രാവിലെ UAE പറഞ്ഞിരുന്നു, അതായത് ഇറാൻ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ കർശനമായ നിലപാടിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള ഏതൊരു നിലപാട് എടുത്താൽ പോലും അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു പക്ഷം ഉള്ളത് US തന്നെയാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ US ആണ് ഇറാനിൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നതിന് പൂർണ്ണ സഹായം നൽകുന്നതും നേരിട്ട് പങ്കെടുക്കുന്നതും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്കിത് പെട്ടെന്ന് വേർതിരിച്ച് വകതിരിച്ച് മാറ്റിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാനാകില്ല. ഈ രാജ്യങ്ങളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കും, ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക.